റിനി, അതോടൊപ്പം ഈ എഴുത്തുകാരി ഹണി ഭാസ്കറുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഹണി ഇക്കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം റിനി പറഞ്ഞല്ലോ, പലരും കൃത്യമായിട്ട് മറുപടികൾ പറയുന്നില്ല, പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നില്ല. ഹണി അത് കൃത്യമായി പറഞ്ഞു. ഹണിയോട് ഇതുപോലെ ചാറ്റ് ചെയ്തിരുന്നു. ആ പേരും പറയുന്നുണ്ട് ഹണി. പക്ഷേ അതിങ്ങനെ അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകുന്നു എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ മറുപടി പറഞ്ഞില്ല. അപ്പോൾ അത് നിർത്തി, അത് അവിടെ നിന്നിരുന്നു. പക്ഷെ പിന്നീട് ഹണിക്കെതിരെ മോശമായി പറഞ്ഞതായി മറ്റു പലരും ഹണിയോട് പറയുകയുമുണ്ടായി. റിനിയോട് ഹണി സംസാരിച്ചിരുന്നോ ഈ കാര്യത്തിൽ? റിനിയുടെ ആ പോസ്റ്റിനെ കുറിച്ച്, ആ പ്രതികരണത്തിൽ എന്താണ് ഹണിയുടെ ആ പ്രതികരണത്തിൽ എന്താണ് റിനിക്ക് തോന്നിയത്? ഞാനത് കൃത്യമായിട്ട് കണ്ടിട്ടില്ല. ഞാൻ ഏകദേശം ഒന്ന് വായിച്ചിട്ടേ ഉള്ളൂ. ഈ തിരക്കിനിടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടേ ഉള്ളൂ. അവർ പ്രതികരിച്ചതിൽ വലിയൊരു സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ പ്രതികരിച്ചാലാണ് നമുക്ക് ഈ വിഷയത്തിനെ ഒന്ന് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് പ്രതികരിച്ചതിൽ വലിയൊരു സന്തോഷമുണ്ട്. പിന്നെ അവരുടെ രീതിയും നമ്മുടെ രീതിയും വേറൊരു ഇതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇത് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല, ഇടയ്ക്ക് വേറൊരു രീതിയിലായിരിക്കും വരുന്നത്. ഇപ്പോൾ പല സാഹചര്യങ്ങളിലായിരിക്കും ചിലപ്പോൾ വീണ്ടും കോണ്ടാക്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതായത് ഒരു ത്രൂ ഔട്ട് അങ്ങനെ കോണ്ടാക്റ്റ് അല്ല, ഇടയ്ക്കൊരു സാഹചര്യം വരുമ്പോൾ ദേഷ്യമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും സംസാരിക്കാൻ വരിക. ആ രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. പല പ്ലാറ്റ്ഫോമിലായിരിക്കും ചിലപ്പോൾ മെസ്സേജസ് ചെയ്യുന്നത്. അല്ല, ഇനിയും ഒരുപക്ഷെ ഈ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മളോട് മോശമായി പെരുമാറുന്ന വ്യക്തിയോടുള്ള കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായി ആ സമയം തന്നെ കട്ട് ചെയ്യണം എന്നൊരു ബോധ്യം കൂടി ഈ എപ്പിസോഡിൽ എനിക്ക് ഉണ്ടാവുന്നുണ്ടോ? ചിന്തിക്കുന്നില്ല. ഞാൻ അത് വ്യക്തമായിട്ട് പറഞ്ഞു. അതായത് ഒരു പുരുഷൻ എന്ന നിലയിലല്ല, ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള പ്രശ്നം എന്നുള്ള നിലയിലല്ല ഞാൻ ഈ വിഷയത്തെ കാണുന്നത്. അത് ആദ്യം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ആകാമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് സംസാരിക്കാൻ ശ്രമിച്ചത്. ഒരു ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ വിചാരിച്ചു. അത് ഞാൻ ഇത്രയും ഭീകര അതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ഞാനതൊരു അത്രയും സീരിയസ് വിഷയത്തിൽ കണ്ടില്ല. അപ്പം ഞാനത് തിരുത്താൻ ശ്രമിച്ചു. ഫയർ ചെയ്തിട്ടുണ്ട്, തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, ഉപദേശിച്ചിട്ടുണ്ട്, പല രീതിയിൽ ശ്രമിച്ചു. പിന്നെ നമ്മൾ ഒരാൾക്ക് ഒരു ചാൻസസ് കൊടുക്കുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത്, ഒരാൾക്കെതിരെ നമ്മൾ ഒരു കാര്യമായിട്ട് വരുമ്പോൾ ആദ്യമേ തന്നെ അത് ചെയ്യുന്നതിലും നമ്മൾ സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. ഓരോ സ്റ്റെപ്സ് ഉണ്ട് അതിനകത്ത്, അല്ലേ? ഇപ്പം ഒരു ബസ്സിൽ കയറുന്നു, അപ്പം ഒരാളൊന്ന് തൊട്ടു, അപ്പൊ തന്നെ എന്നെ തൊട്ടു എന്നതിന് വരും അത് അറിയാതെ ഉണ്ടല്ലോ അവിടെ. ഇല്ല, ബസ്സിൽ ആൾക്കാർ തൊട്ടുവന്നും അയാളെ നവീകരിക്കാൻ നോക്കാതെ ചെവിക്കലെടുത്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ അതിനകത്ത് എന്താണ്? അതിനകത്ത് പിന്നെ എന്താണ്? ബസ്സിൽ കയറി വരെ നമ്മുടെ അനുവാദം നമ്മുടെ ശരീരം തൊട്ടാൽ അടി കൊടുക്കേ ഉള്ളൂ, അല്ലേ? അറിയാതെ ശരീരത്തിൽ മുട്ടിപ്പോയതാണോ എന്ന് അതാണ് റിനി പറയുന്നത്, അല്ലേ? ആണെങ്കിലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ ഇതിപ്പോൾ ഹോട്ടലിലേക്ക് വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ വ്യക്തമല്ലേ? ഞാനിത് പറയുന്നത് ഇപ്പൊ ഞാനിത് പറയുന്നത്, താങ്കൾ ഇപ്പോ ഒരു പുരുഷനാണ്. ഇപ്പൊ എൻ്റെ അടുത്ത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് ടച്ച് ആയിപ്പോയി, ചിലപ്പോൾ മനഃപൂർവ്വം ചെയ്തായിരിക്കില്ല. ഞാൻ തല്ലിയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ താങ്കളുടെ ഇമേജ് പോകും. അപ്പൊ ഞാൻ അങ്ങനെയാണോ ചെയ്യേണ്ടത്? അപ്പൊ താങ്കൾ അത് മനഃപൂർവ്വം ഇനിയും ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കണം. ഞാൻ അങ്ങനെ ഹോട്ടലിൽ ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സ്ത്രീക്ക് മനസ്സിലാവും എന്തിനാണെന്ന്. അല്ല റിനി, ആദ്യ സംസാരത്തിൽ ഹോട്ടലിലേക്ക് ക്ഷണിക്കുന്ന ഒരാളെ ഒരു സ്ത്രീ മനസ്സിലാക്കും എന്താ ഉദ്ദേശം മനസ്സിലാവും. ചെയ്തല്ലോ ഞാൻ കൃത്യമായിട്ട്. ഞാൻ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഞാൻ ഫയർ ചെയ്യുകയും അത് പിന്നീട് ടേക്കപ്പ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജുകൾ വേറെ രീതിയിലും പല രീതിയിലും അയക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത്രയും ഉന്നതരായ വ്യക്തികളാകുമ്പോൾ അവരുമായിട്ടൊരു ഫൈറ്റിന് പോകാനും നമ്മൾ അധികം വേണ്ടാന്ന് വിചാരിക്കുക. എന്തെങ്കിലും ആവട്ടെ എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇത്ര വലിയൊരു പ്രിഡേറ്റർ ആണ്, ഇങ്ങനെ എല്ലാ സ്ത്രീകളോടും പറയുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എന്നോട് പറയുന്നത് നിന്നോട് മാത്രമല്ലേ ഞാനിങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു പ്രിഡേറ്റർ ആണ്, എനിക്ക് മനസ്സിലാകുന്നില്ല. റിനിയോട് മാത്രമാണ് ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ എന്ന് പറഞ്ഞത് റിനി അന്നത് വിശ്വസിച്ചിട്ടൊന്നുമില്ല. ഒരിക്കലും ഞാൻ വിശ്വസിച്ചിട്ടില്ല. വിശ്വസിച്ചെങ്കിൽ ഞാൻ അയാളുടെ വലയിൽ പോയി വീഴുമല്ലോ. എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ ഓരോ ഫോറങ്ങളിലേക്ക് അത് കൊണ്ടുപോയത്. പക്ഷെ അത് പിന്നീട് എന്താണ് സംഭവിച്ചെന്നുള്ളത് ഞാൻ പറഞ്ഞു വരുന്നു. താങ്ക് യു റിനി. അപ്പോൾ എന്താണ് ഇത്തരത്തിൽ ആ പേര് വെളിപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ ആലോചിച്ച് വെളിപ്പെടുത്തുക. തെളിവുകൾ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വിടണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വിടുക. കാര്യം അതൊക്കെ ഈ റിനി പറയുന്ന വലിയ കോസിന് അതാണെങ്കിൽ അത് സഹായകരമാവുകയുള്ളൂ, അല്ലേ?
ഒരാളെ തന്നെ കൃത്യമായ അയാളുടെ പേര് പറയുമ്പോഴാണ് ഈ ഒരു പരാതിക്ക് അതിനൊരു അത് നിൽക്കുക അല്ലെ? അപ്പൊ അത് കൃത്യമായിട്ട് നിയമ നടപടി ആ കാര്യത്തിലേക്ക് പോകണമെങ്കിൽ കുറച്ചുകൂടി സോൾഡ് ആവണം എന്ന് എനിക്ക് തോന്നുന്നു. പറയേണ്ടി വന്നാൽ പറയുമെന്ന് റിനി പറയുന്നുണ്ട്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകും. എന്തായാലും ഭയക്കേണ്ടതൊന്നുമില്ല. എന്തായാലും റിനി ആരെയും ഭയക്കേണ്ടതൊന്നുമില്ല. ഇത് കേരളമാണ്. ഈ പറയുന്ന റിനി എന്താണ് കാര്യം പറയുന്നത് ആധികാരികമാണെങ്കിൽ, പറയുന്നത് വസ്തുതയാണെങ്കിൽ അതിന് കൂടെ നിൽക്കുന്ന സമൂഹമാണ് കേരളം. ഇത് തർക്കമാക്കരുതില്ല അല്ലേ? ഒരു സംശയമില്ല. എത്ര ഉന്നതനാണെങ്കിലും കൃത്യമായിട്ട് കൂടെ തന്നെ നിൽക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.